മാമ്പഴ പുളിശ്ശേരി ഉണ്ടാക്കാനുള്ള പുറപ്പാടാണ്. ചെറിയ 3 മാമ്പഴം എടുത്തിട്ടുണ്ട്. കുഞ്ഞ് മാമ്പഴമില്ലേ പുളിശ്ശേരിയൊക്കെ ഉണ്ടാക്കാൻ പറ്റിയത്. അത് ഇത്തിരി വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് വേവിക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട് കേട്ടോ. അത് നന്നായിട്ടൊന്ന് തള വന്നപ്പോൾ അതിലേക്ക് ഞാൻ കുറച്ച് ശർക്കര ഇട്ട് കൊടുത്തിട്ടുണ്ട്. എനിക്ക് മധുരം അധികം ഇഷ്ടമാണ്, അതുകൊണ്ട് ഞാൻ ഇത്തിരി പൊടിക്ക് കൂടുതൽ ഇട്ടിട്ടുണ്ട്. അതിലേക്ക് ഇതേ ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ആ മധുരം ഒന്ന് ബാലൻസ് ചെയ്യാൻ കുറച്ച് മുളക് പൊടി മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കത് നന്നായിട്ടൊന്ന് ഇളക്കിയതിന് ശേഷം ഒന്നുകൂടി ഒന്ന് അടച്ച് വെച്ച് വേവിച്ച് എടുക്കാം കേട്ടോ. ഇനി ഇതിലേക്കുള്ള അരപ്പ് തയ്യാറാക്കണം. അരപ്പിനായിട്ട് ഞാൻ കുറച്ച് നാളികേരം ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു പച്ചമുളക് ഇട്ട് കൊടുക്കുന്നുണ്ട്, ജീരകം ഇട്ട് കൊടുക്കുന്നുണ്ട്, മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ തൈരിലാണ് ഞാനിത് അരച്ചെടുക്കുന്നത് കേട്ടോ. നന്നായിട്ട് നല്ല പേസ്റ്റ് പോലെ അരച്ചെടുക്കുകയാണ്. അപ്പോഴേക്കും നമ്മുടെ മാങ്ങയൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ. അതിലേക്ക് നമ്മുടെ ഈ അരപ്പ് ഒഴിച്ചു കൊടുക്കുകയാണ് കേട്ടോ. അരപ്പ് ഒഴിച്ചു കൊടുത്തിട്ട് ഒന്നുകൂടി നന്നായിട്ടൊന്ന് ഇളക്കിയിട്ട് അടച്ചു വെച്ച് വേവിക്കാം. നന്നായിട്ട് നമ്മുടെ മാമ്പഴ പുളിശ്ശേരി ഇവിടെ വെന്ത് വന്നിട്ടുണ്ട്. അതിലേക്ക് ഇനി നമുക്ക് കടുക് താളിച്ചിടാം കേട്ടോ. അപ്പോൾ ഞാൻ നെയ്യും വെളിച്ചെണ്ണയും കൂടിയിട്ടാണ് കേട്ടോ കടുക് താളിച്ചിരുന്നത്. അപ്പോൾ രണ്ടും കൂടിയിട്ട് കുറച്ച് എടുത്തിട്ട് അതൊന്ന് ചൂടായി വന്നപ്പോൾ അതിലേക്ക് ഞാൻ കടുക് ഇട്ട് കൊടുത്തു. കടുക് ഒന്ന് പൊട്ടി വന്നപ്പോൾ അതിലേക്ക് വറ്റൽമുളക് കീറിയിട്ട് കൊടുത്തു. അതൊന്ന് പൊട്ടി വന്നപ്പോൾ കുറച്ച് കറിവേപ്പില കൂടി ഇട്ടിട്ട് നമ്മുടെ കറിയിലേക്ക് ഈ കടുക് താളിച്ചത് ഒഴിച്ചു കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു റെസിപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു. അടുത്തൊരു വീഡിയോയിൽ കാണാം. ബൈ.